ഹായ് നമസ്കാരം, ഞാൻ ലെവിൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോക്ക്ഡൗണിൻ്റെ 11ാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചുമ്മാ വീടിൻ്റെ ചുറ്റോറും ഒരു വാക്ക് അറൗണ്ടാണ്. വേറെ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നത്. ചുമ്മാ വീടിൻ്റെ ചുറ്റോറും നടക്കുക, കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് അടുപ്പിച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ദിവസം വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. പിന്നെ ഒരു രസകരമായ സംഭവം പറയാൻ ഉണ്ട്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇന്നലെ ഇരുന്നിരുന്നത്. പക്ഷേ ഒരു നല്ലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ വീഡിയോ ഇപ്പുറത്തെ വീട്ടിലെ ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നുണ്ട്. അവിടെ കിട്ടെ. ഇന്നലെ ഞാൻ സെൽഫി സ്റ്റിക്കിൽ ഫോൺ വെച്ചിട്ട് അത് സ്റ്റാർട്ട് ബട്ടൺ അമർത്തി ഓണാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആ എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ അറിയുന്നില്ലല്ലോ, ഫോൺ ഓണാക്കി വെച്ചിട്ട് പച്ചക്കറി എറിയാൻ പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ, ഫോൺ റെക്കോർഡ് ആവുന്നില്ലേ നമ്മൾ കാണുന്നില്ല. അങ്ങനെ എല്ലാം ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ തിരിച്ച് വന്നിട്ട് ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഫോൺ തന്നെ സ്റ്റോപ്പായിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. നോക്കുമ്പോൾ ഫോണിലെ മെമ്മറി ഫുള്ളായി. അങ്ങനെ ബാക്കി വീഡിയോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആ ഒരു വീഡിയോ പോയി. അത് ഫ്രൈഡ് റൈസ് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഒരുപാട് വിഷമായി. നല്ലൊരു വീഡിയോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, അത് നമുക്ക് യൂട്യൂബിലിടാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. പക്ഷേ ആ ഒരു വീഡിയോ നഷ്ടപ്പെട്ടു പോയപ്പോൾ കുറച്ച് വിഷമമൊക്കെ ആയി. എന്നാലും സാരമില്ല, വിഷമിച്ച് തളർന്നിരിക്കാതെ ഇന്നും നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഇന്നും വന്നത്. പക്ഷേ ഇന്നത്തേക്കും പ്രത്യേകിച്ച് വീഡിയോന് കണ്ടൻസ് ഒന്നും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. എന്തിനെപ്പറ്റി പറയും, എന്തിനെപ്പറ്റി സംസാരിക്കുന്നൊക്കെ ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. അപ്പോൾ വീടിന് ചുറ്റോറൊന്ന് നടക്കാം, അങ്ങനെ കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടന്ന് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഡിവിയുടെ മരമാണ്. മരത്തിൻ്റെ അടിയിലാണ് ഞാൻ എപ്പോഴും ഈ ഒരു വൈകുന്നേര സമയം ഒരു 4-5 മണിയോട് കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതും. ഒന്ന് എത്തി ഞാൻ ഉമ്മാർത്തിരിക്കുകയാണ്. ഇവിടെ കാക്കകൾ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, കാക്കകൾ നല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെയും ഈ നേരത്ത് കാക്കകൾ നല്ല ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, കാക്കകളുടെ നല്ല ശബ്ദമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞുകൂടാ, കാക്കകൾ അവിടുന്ന് ഓടി വന്നതാ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ കൂട്ടായിട്ട് വന്നിട്ട് ഭയങ്കര ഒച്ചയും ബഹളമാണ്. എന്താണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഥ അങ്ങനെയാണ്. അതങ്ങനെ വീഡിയോ നിന്നത് ഞാൻ അറിയാതെ പോയി. അങ്ങനെ ആ ഒരു വീഡിയോ നഷ്ടപ്പെട്ടു. പക്ഷേ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. കഴിച്ചു നോക്കി ഡാഡിയും മമ്മിയും ബേബിയും റീൽസിയും ഒക്കെ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും തിരിച്ച് വീടിൻ്റെ പിന്നിലേക്ക് തന്നെ വന്നു. കാരണം ഫ്രണ്ടിൽ കാക്കകൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതും കാക്കകളുടെ ശബ്ദം കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. നാളെ വീണ്ടും ലോക്ക്ഡൗൺ തന്നെയാണ്. ഇന്നും ലോക്ക്ഡൗൺ തന്നെയായിരുന്നു. നാളെ ചിലപ്പോൾ ഒരു ചെറിയൊരു കുക്കറി വീഡിയോ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടില്ല. അത് നാളത്തെ അവസ്ഥ പോലെ ആയിരിക്കും നാളെ ചെയ്യാം. എനിക്ക് വീഡിയോ ചെയ്യാൻ കൂടുതലും പുറത്തുള്ള ലൊക്കേഷനാണ് ഇഷ്ടം. വീടിൻ്റെ അകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം വീടിൻ്റെ പുറത്തിരുന്ന് വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ കിട്ടുന്നതും പുതിയ ലൊക്കേഷനുകൾ ഓരോ വീടിൻ്റെ ഓരോ പറമ്പിലും ഓരോ മൂലയിലും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ല സൈഡിലൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. പേജ് ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ 2009 തുടങ്ങിയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. ഇത്രയും കാലമായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോകളോ കാര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാം, അത് ഇങ്ങനെ യൂട്യൂബിലിടാം എന്നൊക്കെ തോന്നിയത്. പണ്ട് ഞാൻ ചെയ്തിരുന്നത് സാധാ നോർമലായിട്ട് എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാളുകളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് എങ്ങനെയും ടൂർ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ ആക്കി ഏതെങ്കിലും പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റ് ചെയ്ത് കയറ്റി ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോ ആക്കിയിട്ട്
സേവ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറാണ് ചെയ്യാറ്. ഇങ്ങനെ എന്തുകൊണ്ട് വീഡിയോ ചെയ്ത് കൂടാന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഇത്രയും നേരം ഒരു ഒരലിൻ്റെ മുകളിലായിരുന്നു കയറി നിന്നിരുന്നത്. ഒരു ഒരലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു അഴക്കട കയറിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിന്നിട്ടായിരുന്നു വീഡിയോ എടുത്തത്. നിർഭാഗ്യവശാൽ ആ കൈ വെച്ചിരുന്ന അഴക്കട കയറ് ഒന്ന് ലൂസായി ഞാനൊന്ന് താഴെ വീഴാൻ പോയി. അങ്ങനെ വീട്ടിൽ താഴത്തേക്ക് തന്നെ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ ആ ഒരലും ആ അഴക്കട കയറൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇത്രയും നേരം കയറി നിന്നിരുന്ന ആ ഒരു ഒരൽ. എന്നിതാ അഴക്ക ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു അഴക്ക. ഈ കയറ് ടൈറ്റായിട്ടായിരുന്നു കിടന്നിരുന്നത്. ഞാൻ കൈ വെച്ചിട്ട് എന്തോ ചെയ്തപ്പോൾ ആ കയറിൻ്റെ ഒരു കെട്ടഴിഞ്ഞ് ആ കയറൊന്ന് ലൂസായി ഞാനൊന്ന് വീഴാൻ പോയി. കണ്ടോ, ഇതാണ് ആ ഒരൽ, ഇതാണ് അഴക്ക. വേറെ പുതിയതായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇനിയും ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ അടുത്തതായിട്ട് പുതിയൊരു വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും, വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സെൽഫി സ്റ്റിക്കും കൈ പിടിച്ച് ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഫോണും പിടിച്ച് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മി അവിടെ നിന്നിട്ട് പറയും, എനിക്ക് വല്ല ഭ്രാന്ത് ഉണ്ടാകും മോനെ. മമ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ഭ്രാന്തൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുക, വീഡിയോ എടുക്കുക. അതൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാ ഒരു ഭ്രാന്തുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ചുമ്മാ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പരമാവധി 10 മിനിറ്റിനുള്ള വീഡിയോ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. പക്ഷേ അത് പലപ്പോഴും ആ 10 മിനിറ്റിൽ ഒതുങ്ങി നിൽക്കാറില്ല. അത് 14ഉം 15ഉം ഒക്കെ ആയിട്ട് കൂടിക്കൂടി പോകുന്നുണ്ട്. അത്രയൊക്കെ ഇന്നത്തേക്കുള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു കണ്ടൻറ്റുള്ളൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തിറങ്ങാതെ സേഫായിട്ടിരിക്കുക. ഹോം ക്വാറൻറ്റൈനൊക്കെ 28 ദിവസമായിട്ട് നീട്ടിയെന്നൊക്കെ വാർത്തകൾ കൂടെ കേൾക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അലക്ഷ്യമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്പ്രെഡൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.